കോതമംഗലത്ത് നടന്ന ഒരു ആത്മഹത്യ. റമീസ് എന്ന് പറയുന്ന ഒരുത്തനും ആയിട്ടുള്ള പ്രണയത്തെ തുടർന്നുണ്ടായ ആത്മഹത്യ. ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്യാതിരുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതിനകത്ത് ലവ് ജിഹാദ് മണ്ണാങ്കട്ടയൊന്നുമില്ല, അതൊക്കെ പറഞ്ഞു വരുത്തുന്നതാണ്. ഈസിയാണല്ലോ, പെട്ടെന്ന് ഇത് വൈറലാവുകയും ചെയ്യും. അയ്യോ ആരാ ഇപ്പോൾ ഇതൊക്കെ എടുത്തത്? മലം TV, പിന്നെ എന്താ ലവനുണ്ടല്ലോ, ഇല്ല ബഹളം പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, പാലാക്കാരൻ. എന്തുവാ മതം 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 മതം. അതെ, മതം അത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കുത്തിക്കഴപ്പം കൊണ്ട് വന്നത്. ആക്ച്വലി ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചെന്ന് എൻ്റെ ഒരു അനലൈസേഷൻ തരണമെന്ന് വിചാരിച്ചു. യെസ്, ലോങ് ടൈമാണ്, 6-5 ദിവസത്തിന് മേളിലായിട്ടുണ്ട് സംഭവം നടന്നിട്ട്. എന്താ അഭിപ്രായം പറയാത്തെന്നൊരു കമൻറ്റും ഉണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ എപ്പോൾ വരുമെന്ന് അറിയാം. അത് അത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ അഭിപ്രായം പറയുള്ളൂ. പക്ഷേ ഇതിപ്പം എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞ് തളർന്നില്ലേ, എല്ലാവരും തളർന്നില്ലേ, ഒരു മൂലകിരിക്കുകയില്ലേ. അപ്പം ഞാൻ പറയണമെങ്കിൽ കൂടെ അങ്ങോട്ട് കേട്ടോളി. റമീസ് എന്ന് പറയുന്ന വ്യക്തി പ്രണയിച്ചു. അവന് ഡ്രഗ്സ് ഉണ്ട്, അവൻ കുറച്ച് വൃത്തികെട്ടവനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കൂട്ടുകാരികൾ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും പ്രചരിക്കുന്നുണ്ട്. കുറച്ച് കാണാം. ഇവിടെ വെച്ചാണ് അവൾ കണ്ടപ്പോഴത്തേക്കാണ് കവളൊക്കെ ചുമന്ന് നടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോടി പറ്റി? അപ്പോഴാണ് പറഞ്ഞത് റമി അടിച്ചെടി എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ വീട്ടിൽ പോകണ്ട, എനിക്ക് റമിയായിട്ട് ജീവിക്കുന്നത് തന്നെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ശരിയാകത്തില്ല, മതപരമായിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. എനിക്ക് പല പ്രാവശ്യം അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞെടി എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, എന്തോ എനിക്ക് തോന്നലാണോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞെടി അങ്ങനെയൊന്നുമില്ല, അവനെന്നെ തന്നെ വേണം. കുറേ പ്രാവശ്യം അവളൊക്കെ ഇത് കൊടുത്തതാണ് ഞാൻ, പക്ഷെ അവളത് ഇതാക്കിയില്ല. സ്വഭാവം അറിയാതെ, എന്നിട്ട് അവൾക്ക് അവളെ തന്നെ വേണമെന്നായിരുന്നു ഒരിത്. അതെല്ലാം ക്ഷമിച്ച് വിട്ടു അവളത്. അവളിപ്പോഴും എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് മരിച്ചു പോയിട്ട് ഒരു ഫീൽ പോലും തോന്നിയിട്ടില്ല. ഞങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരുന്നത് അവളാണ്. എന്തെങ്കിലും സങ്കടം വരുവാണെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോൾ അവളാണ് ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ തരുന്നത്. പക്ഷേ അവളിങ്ങനെ ചെയ്യുന്ന ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലുമില്ല. ആ റമീസ് എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ഇത് കൊടുക്കണം. ശരിക്കും ആണെങ്കിൽ സോനാബിയെ പോകാൻ കാരണം തന്നെ അവനല്ലേ. ഇതിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, അവൻ ശരിയല്ല, അത് അവളോട് ഇൻഫോം ചെയ്തിരുന്നു, പക്ഷേ അവൾക്ക് അവനില്ലാതെ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇനി കുട്ടിയുടെ സഹോദരൻ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ടാലോ. മതം ഭയങ്കര വരലാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ലാസ്റ്റ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടോ കബളിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നിർബന്ധിച്ചല്ല, കബളിപ്പിച്ച് വിളിച്ചുകൊണ്ടോ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കൂട്ടിയിട്ടു. അത് കഴിഞ്ഞ ഞായറാഴ്ച കൂട്ടിയിട്ടു. അവളെ കൂട്ടിയിട്ട് ടോർച്ചർ ചെയ്തു. മതം മാറാൻ വേണ്ടി വണ്ടി പുറത്ത് വെക്കുകയാണ്. നേരെ വണ്ടി കയറിക്കോ, നമ്മൾ പോകുന്നു. മതം മാറിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നു. അല്ലാതെ ഇനി ഇവിടുന്ന് പോകില്ല. അവൻ്റെ കൂട്ടുകാരന്മാർ മുസ്ലിങ്ങളാണ്, സഹദോ അങ്ങനെയൊക്കെ അവൾ ഇതിലെഴുതിയിട്ടുണ്ട്. അവന്മാർ എല്ലാവരും ഈ കൂട്ടുകാരന്മാരൊക്കെ ഒരു മതം മാറണമെങ്കിൽ ഇത്രയും പ്രഷർ വന്ന് ഇന്നത്തെ കാലത്താണെന്നറിയില്ല. എനിക്കും കൂട്ടുകാരുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. മതം മാറ്റണമെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ അവൻ്റെ പെങ്ങൾ, അവൻ്റെ വാപ്പയുടെ സ്വന്തക്കാർ, ഉമ്മയുടെ സ്വന്തക്കാർ. ഈ ഉമ്മയുടെ സ്വന്തക്കാർ ഉമ്മയൊക്കെ ക്രിസ്ത്യാനിയായിരുന്നു, അതിൽ നിന്ന് കൺവേർട്ട് ചെയ്താണ്. ഇവരങ്ങനെ മൊത്തം ക്രിസ്ത്യൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യിക്കുന്ന പരിപാടിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്, ഇങ്ങനെ ജാതി മാറ്റിയെടുക്കുന്ന പരിപാടിയാണ്. അവർക്ക് അതാണല്ലോ മെയിനായിട്ട് ഇത്രയും ഡിമാൻഡിൽ. വേറെ ഒന്നും അവരുടെ ഡിമാൻഡിലായിരുന്നു, ജാതി മാറണം എന്നുള്ളായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവൾ ഈ കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടനെ വിളിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്കറിയാലോ, എൻ്റെ ചേട്ടനെ വിളിച്ച് പറയണമെങ്കിൽ എന്നെ വിടാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ കൊണ്ടുവന്നാകും. എന്നിട്ട് എന്നിട്ടും പറഞ്ഞില്ല, ഇവിടെ മേളിൽ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ഇവിടെ ആരുടെ അടുത്തും പറഞ്ഞില്ല. എന്നിട്ട് ഈ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാസ്സിൽ പോകുന്ന ഒരു കുഴപ്പമില്ല. അന്നേരം അതിനുശേഷം അമ്മ ചോദിച്ചാൽ എന്നെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ തലയിടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞിന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തല്ലിയതാണ്. കൂട്ടുകാരിയുടെ അടുത്ത് അവൾ പറഞ്ഞത്. അതിനുശേഷം അവൾ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്. ഈ കൂട്ടുകാരി മെസ്സേജ് കുഴപ്പമൊന്നുമില്ല. ഇന്ന് 2ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന TTCയിലോ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അത്ര ഹാപ്പിയായിരുന്നു. വീട്ടിലും അതായിരുന്നു. മരിക്കണതിൻ്റെ തലേദിവസം രാത്രി ഒരു 12 മണി എന്നോട് പറഞ്ഞു മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നു, എനിക്ക് മന്തി കഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി രാത്രി പോയി മന്തി വാങ്ങിച്ചുകൊണ്ട് ഞാൻ കൂട്ടുകാരൻ പോയി കൊടുത്തു. അതായത് അത്രയും അവൾക്ക് അത്രയും ഓക്കെ ആയിരുന്നു മൈൻഡ്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഓട്ടം പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി പോസ്റ്റോട്ട് എല്ലാം ചെയ്ത് അടക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാൻ ഇത്രയും പറഞ്ഞ സംഭവങ്ങൾ ഞാൻ. അപ്പോൾ സഹോദരന് പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലായില്ലേ? സഹോദരൻ പറയുന്നതാണ് കറക്റ്റ്. വിവാഹം കഴിക്കണം എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു, വീട്ടിൽ അത് സംസാരിച്ചിരുന്നു. ഇവരുടെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് അവരങ്ങ് തകർന്ന് തരിപ്പണമാണ്, സഹിക്കാൻ പറ്റാത്ത വേദന അവർ അനുഭവിക്കുന്നുണ്ട്, അത് മനസ്സിലാവും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ പയ്യൻ പറയണം, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അവൻ്റെ അമ്മ ക്രിസ്ത്യാനിയാണ്, മതം മാറി മുസ്ലിം ആയതാണ്. അതായത് മുസ്ലിമായ ഒരാൾ വിവാഹം കഴിച്ചതാണ് അവൻ്റെ അമ്മയെ. അതേ കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടിയാണ് ഇത്. അപ്പോൾ പ്രണയമായിരുന്നു. ഈ പ്രണയത്തിൽ മതം എപ്പോൾ കുത്തിക്കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവളെ അവോയ്ഡ് ചെയ്യാനാണ് അവൻ ആ മതത്തിൻ്റെ കാര്യം പറഞ്ഞത്. മതത്തിലേക്ക് പോകാമെന്നല്ല, വേറെ എന്തും അവൾ ചെയ്യും അവന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യമാണ്. അവൾക്ക് മതം മാറാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, ഇത് മറ്റെന്തോ ആണ്. അവൻ ഉപദ്രവിച്ചു, തല്ലി, അവന് വേണ്ട അവളെ. അതായത് ഈ പെൺകുട്ടികൾക്ക് പറ്റുന്ന എപ്പോഴും ഉള്ളൊരു അബദ്ധം എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യം ഭയങ്കരമായിട്ട് ബിൽഡപ്പ് കാണിക്കും. നമ്മളൊരാൾ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ ഭയങ്കര ബിൽഡപ്പാണ്. നമ്മൾ കുറേ ദിവസം മൈൻഡ് ചെയ്യത്തില്ല, ഭയങ്കര ഷോ. അവന്മാർ ഭയങ്കര പട്ടി ഷോയൊക്കെ കാണിച്ച് അവസാനം നമ്മുടെ മനസ്സും കയ്യിലെടുക്കും. പിന്നെ അവന്മാർ ഷോ കാണിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ അവരെ വേറും അടിമയാവുന്ന ഒരു സീനുണ്ട്. സീരിയസ്ലി പല പെൺകുട്ടികൾക്കും പറ്റുന്ന അബദ്ധമാണ്. അതായത് നമ്മൾ അവരോട് അഡിക്റ്റഡ് ആകും, നമുക്കവരെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്ന എല്ലാ വൾഗറിസവും നമ്മൾ സഹിക്കാൻ തയ്യാറാകും. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇതിനകത്ത് ഒരു ലവ് ജിഹാദുമില്ല, ഒരു കുഴപ്പമില്ല.
കാരണം ഈ വിവാഹം, ഈ പ്രണയം ആദ്യം തന്നെ പെണ്ണ് വീട്ടിൽ പറഞ്ഞിരുന്നു, വീട്ടുകാർക്കറിയാം. വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾക്കൊപ്പം വിട്ടിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ അവൾക്ക് പറ്റില്ല എന്ന് അവൾ പറഞ്ഞു. അവൾക്ക് ആ വീടുമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തല്ലും ബഹളവും ഇടിയും അടിയായി അവസാനം അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്തു. വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട ശേഷമുള്ള കഥയും പറയുന്നുണ്ട്. മന്തി വേണമെന്ന് പറഞ്ഞ് വാങ്ങി കൊടുത്തിട്ടുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ദേഹത്ത് മുറിവും ചതവും ഉണ്ട്. അടിച്ചു എന്നുള്ളത് ഉറപ്പാണ്. എന്തുകൊണ്ട് ആ സഹോദരനിക്ക് ആ സമയത്ത് അത് തോന്നിയില്ല? എന്തുകൊണ്ട് അമ്മയ്ക്കും അത് തോന്നിയില്ല? ശരി, അവൾ മരിച്ച ശേഷമാണ് അവർക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയത്. ഇത്ര ഈസി ആയിട്ടായിരുന്നു ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടിക്ക് യാതൊരു സൗഖ്യമോ വീട്ടിലില്ല എന്ന് അതിൻ്റെ അമ്മയുടെ വർത്തമാനത്തിൽ നിന്ന് കേൾക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റൊരു കുടുംബം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും നമുക്കൊപ്പമുള്ളവർ നമ്മളെ നന്നായി കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ഇൻസെക്യൂർ എന്ന് തോന്നുന്നിടത്താണ് നമുക്ക് മറ്റൊരിടത്ത് സെക്യൂരിറ്റി ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയെ നമ്മൾ അതിലേക്ക് പോയി ചാടി കൊടുക്കുന്നത്. ഒരാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരുത്തനെയും പ്രണയിക്കാൻ പോകരുത്. അവൻ്റെ വ്യക്തിത്വത്തിനാണ് വാല്യൂ. നമ്മളെ അവൻ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു? റെസ്പെക്ട് ഇൻഡീഡ് 100%. നിന്നോട് അവനിക്ക് റെസ്പെക്റ്റ് ഇല്ലയോ, ആ ബന്ധം ഒരിക്കലും നിലനിൽക്കത്തില്ല. കാരണം നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മന്ദബുദ്ധിയാണെങ്കിൽ നിലനിൽക്കും, കാരണം നമ്മൾ അടിമയാവാൻ തയ്യാറാണെങ്കിൽ നിലനിൽക്കും. അതേസമയം നമുക്ക് നല്ല റെസ്പെക്റ്റ് ഉള്ളൊരു സ്ത്രീയാണ്, കുറച്ചെങ്കിലും അഭിമാനബോധം ഉണ്ടെങ്കിൽ, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, പോകെ അവസാനം നല്ല 2 ചാമ്പ് തിരിച്ചു കൊടുക്കാൻ തോന്നും, ഇറങ്ങി വരാൻ തോന്നും. അത് സ്വാഭാവികമാണ്. പെണ്ണുങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലായ്മ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളവർ കടിച്ചു തൂങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അവൻ തല്ലട്ടെ, ഒരു കുഴപ്പമില്ല, അവനല്ലേ തങ്ങിയത്, പിന്നെ അതിനുശേഷം അവൻ്റെ ഭാര്യ അണയ്ക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. നിങ്ങളെ തല്ലിയിട്ട് അവൻ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അടിച്ച് പൊട്ടിച്ചു കൊടുക്കണം. അത് തല്ലുമ്പോൾ അവൻ ഓർത്തില്ലേ? നിന്റെ ദേഹത്തേക്ക് അവൻ്റെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യബോധം നിങ്ങൾക്കില്ല. ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പാണ് തല്ലുന്ന, അതായത് ഇത്രയും ടോക്സിക് റിലേഷൻഷിപ്പ്. മദ്യം കഴിച്ചിട്ട് വന്ന മദ്യത്തിൻ്റെ പുറത്തല്ലേ എന്ന് പറയും. മദ്യത്തിൻ്റെ പുറത്തൊന്നുമില്ല, മദ്യം ആരും തല്ലിയൊന്നുമില്ല. മദ്യം മനുഷ്യൻ്റെ നാഡീനരമ്പുകൾക്ക് കൊടുക്കുന്ന ഒരു മരവിപ്പാണ്. ദേഹത്തൊക്കെ മുറിവോ ചതവോ ഒക്കെ ഉണ്ടായ പിന്നെ വേദന ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ സുഖമായ ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഡയലൂഷൻ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനപ്പുറം മദ്യം ആരെയും പിടിച്ച് അടിക്കാനും പൊട്ടിക്കാനും ഒന്നും പറയത്തില്ല. കഞ്ചാവ് അത് ബോധം പോകുന്നതാണ്. ബോധം പോയാൽ പിന്നെ പെറ്റ തള്ളയെ കണ്ടാലും മനസ്സിലാകത്തില്ല. അപ്പോൾ പിന്നെ പെറ്റ തള്ളയ്ക്ക് അവൻ തല്ലൊന്നും കൊടുക്കുന്നില്ല, നിനക്ക് മാത്രമേ തല്ല് തരുന്നുണ്ടെങ്കിൽ അവന് നല്ല ബോധം ഉണ്ടെന്ന് അർത്ഥം. കഞ്ചാവിനൊന്നും അങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതിൽ മുഴുക്ക ആ പയ്യനാണ് കുഴപ്പം. ആ പയ്യൻ തന്നെയാണ് കുഴപ്പം. പിന്നെ ജാതി മാറ്റൽ ലോബി ഉണ്ടെന്ന് കേരളത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ മൂത്തിട്ട് വരികയും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇതിനകത്ത് ഒരു മതമാറ്റൽ ലോബിയുമല്ല. ഇവരിത് മതം പറഞ്ഞുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിലവർ വിജയിച്ചു, അതിൽ തർക്കമില്ല, അതിലവർ വിജയിച്ചു. അത് അവരുടെ ആരോ അവർക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത കാര്യമാണ്. ഈ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. മതം മാറണം തന്നെ പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പൊന്നാനിക്കൂടെ ഒരു കാർ വിളിച്ചു ചേർത്ത്. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം, എന്റെ മോള് മരിക്കൂന്ന് ഞാൻ എനിക്കറിയില്ല എന്റെ മോള് മരുന്നൊക്കെയോ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവള് ചെറിയ മനഃശക്തിയുള്ള ആളല്ല, അവള് നല്ല മനഃശക്തിയുള്ള ആളായിരുന്നു. പക്ഷെ അവള് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, അമ്മേ ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് അവന് വേണമെന്ന് തോന്നും. മോള് കേട്ടു നോക്കി ജീവിച്ചിരുന്ന്. ഞാൻ പറഞ്ഞു, മോനെ അമ്മയുണ്ടല്ലോ അവനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മനസ്സിൽ അവനായിരിക്കും കുറച്ച്. ചിലര് സ്നേഹിക്കുമ്പോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, അവരത് മനസ്സിലാക്കിയില്ലല്ലോ. എന്നോടൊരു പോലീസുകാരൻ പറഞ്ഞു, ഫോണിലുണ്ട് തലേ ദിവസം കൂടി മരിക്കുന്ന മെസ്സേജ് എന്റെ മോളോട് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അവൻ തിരിച്ച് മരിക്കടിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് ഇന്നലെ വന്ന ഒരു പോലീസുകാരൻ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറയാ. അപ്പൊ അവര് ദുഷ്ടരല്ലേ. പോലീസുകാരെ മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു ഇത്രേ, മകളെ മറ്റവൻ ദ്രോഹിച്ചു, ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കൊടുത്തുന്നു. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയോ നന്നായി അതിനകത്ത് നല്ല പോലെ കുത്തിക്കേറ്റിട്ടുണ്ട് സംഗതി എന്ന് വ്യക്തമാക്കാൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ധാരാളമാണ്. ബോധമുള്ളവർക്ക് മനസ്സിലാക്കും. ആ പയ്യൻ ടാർഗറ്റഡ് ആയിരുന്നു, ആ പയ്യനെ പിടിച്ചിട്ടുണ്ട്, ആ പയ്യനെ അതിൻ്റെ പേരൻസിനെ ഒക്കെ പിടിക്കും. ആ ഒരു കമ്മ്യൂണിറ്റിയെ അവഹേളിക്കാൻ കിട്ടിയ ഒരു വടി അത് അവരങ്ങോട്ട് മാക്സിമം ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം ഇതിനകത്തൊരു വാഴയില്ല. ഭാഗ്യം ഈ പെൺകുട്ടി ക്രിസ്ത്യാനിയായത്, അപ്പോൾ അത് കൂടുതൽ കത്തിക്കും. ഹിന്ദു ആയിരുന്നെങ്കിൽ ഇതൊന്നും അല്ല, ഇതിൻ്റെ മേളിൽ നടക്കും. ഇപ്പോൾ ക്രിസ്ത്യൻസിന് ഒരു അനുഭാവമുണ്ട് മുസ്ലിംസിനോട്, പ്രത്യേകിച്ച് ഈ നമ്മുടെ പിന്നെ 2 കന്യാസ്ത്രീകളുടെ ഇഷ്യൂ വന്നതോടുകൂടി കേരളത്തിലുള്ള ക്രിസ്ത്യൻസിന് ചെറിയ രീതിയിലൊരു നെഗടിച്ചിട്ടുണ്ട്. ആ നെഗറ്റീവ് മാറ്റി വീണ്ടും പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്ത അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാൻ മലൻ TV നോക്കിയാൽ മതി. മലൻ TV ഇതിനെ എടുത്തിരിക്കുന്ന രീതി, മറുനാടൻ എടുത്തിരിക്കുന്ന രീതി, പാലാക്കാരൻ എടുത്തിരിക്കുന്ന രീതി, ഇതിലൊക്കെ തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ സംഘികളാണ്. സീതളിയം പിന്നെ കമന്ന് വീണിട്ടുണ്ട്. അപ്പോൾ
ഏകദേശം പിടികിട്ടില്ല എന്താണെന്ന്. ഇതിനകത്ത് പൂർണ്ണമായും ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ പ്രണയമാണ്. അത് താങ്ങാൻ വയ്യാതെ, അവനില്ലാതെ ജീവിക്കാൻ വയ്യാതെ ആ അഡിക്ഷനിൽ അവൾ കയറി ആത്മഹത്യ ചെയ്തതാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു ലവ് ജിഹാദുമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഒരു കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കാൻ ഒരു ആളെ കിട്ടി, അവരതിനെ അങ്ങോട്ട് എടുത്തു വെച്ച് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒരു ലാഭം ആർക്കുമില്ല. ഈ പേരൻസ് ആണെങ്കിൽ, ഈ അമ്മയും മകനും ആണെങ്കിൽ, നിങ്ങൾ നല്ല പോലെ നോക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ ആ കുട്ടിക്ക് ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ, സെക്യൂറായി ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിന്റെ ലൈഫിലെ ഏത് തീരുമാനത്തിനും ഞങ്ങൾ നിന്റെ ഒപ്പമുണ്ട് എന്ന് അവളെ വിശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ, ചെയ്തു കൊടുത്തില്ലെങ്കിലും വേണ്ട, ആ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ഒരു വഴിക്ക് പോകത്തില്ലായിരുന്നു. മതം മാറ്റമായിരുന്നു ഇഷ്യൂ എങ്കിൽ അവൾ മതം മാറിയാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? മതം മാറാൻ വയ്യാത്തോളാണോ സൂയിസൈഡ് ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും വിലക്കുന്നുണ്ടോ? ഇല്ല. ഈ അമ്മ ഉൾപ്പെടെ അവളുടെ മതം മാറ്റം ആക്സെപ്റ്റ് ചെയ്ത ആളാണ്, ആഗ്രഹിച്ച ആളാണ്. കുഴപ്പമില്ല, മകൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞവരാണ്. പിന്നെ എവിടെയാണ് ഈ മതം വന്നത്? പൂർണ്ണമായും കള്ളത്തരം മാത്രം പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്ത് മതം ഇല്ല, മതം കയറിയിട്ടില്ല. 100% ആ പെൺകുട്ടിക്ക് അവനോടുള്ള തീവ്ര പ്രണയമാണ് അവളെ കൊണ്ട് അത് ചെയ്യിച്ചത്. നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോൾ ആ പ്രണയിക്കുന്ന വ്യക്തിക്ക് ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഒരാൾക്ക് വേണ്ടി കരയുമ്പോൾ അയാൾക്ക് ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഒരുപാട് പ്രണയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രണയങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ട് ചില പ്രണയങ്ങൾ കാണുമ്പോൾ. ഇത്ര മന്ദബുദ്ധിയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീയിൽ, കടപ്പുറം കക്കൂസ്, ആ പെണ്ണിന് വട്ടാണ് മറ്റൊരുത്തിയുടെ ഭർത്താവിനെ ഇങ്ങനെ പ്രണയിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത്. ആക്ച്വലി എന്താണ് അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. 24 hours മൊബൈലിനകത്ത് അവൻ ഇരിക്കുകയാണ്. അവൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവനറിയണം, അവനറിയണം അവൾ എവിടെ പോകണം, ആരോടെ സംസാരിക്കണമെന്ന്. ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് തീവ്ര പ്രണയമാണോ? അല്ല. അവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ മാത്രമാണത്. അത് നമ്മൾ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയ ശത്രുവാണ്. പച്ചത്തെറി നമ്മളെ വിളിക്കുകയും ചെയ്യും. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന പരുവല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അനുഭവിക്കട്ടെ എന്ന് പറയുന്നത്. ഒരു ആത്മഹത്യയോ ഒരു കൊലപാതകമോ ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാം, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. എന്നതിനപ്പുറം ഇതിനൊക്കെ ഇത്രയേ ആയുസ് ഉണ്ടാവുള്ളൂ. ഈ പെൺകുട്ടിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രണയത്തെ അവൻ പോയി ചാടിക്കൊടുത്തു. എനിക്ക് മനസ്സിലാകാറില്ല. ഇപ്പം ഒരു വ്ളോഗർ ഉണ്ടല്ലോ, ഒട്ടും കാണാൻ ഒരു ഇതുമില്ലാത്തൊരു പയ്യനുണ്ട്, വലിയ ഭംഗിയൊന്നുമില്ല. മീൻസ് ഇപ്പോഴത്തെ ഈ ചുള്ളന്മാരുടെ, നമ്മുടെ ഈ ന്യൂജൻ കുട്ടികളുടെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇതുമില്ലാത്ത ഒരു പയ്യനെ അതിസുന്ദരിയായ 18 വയസ്സുള്ള ഒരു കുട്ടി പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് അവരുടെ ഒരു യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട്. അതിനകത്ത് പലരും അതിനകത്ത് വന്ന് കമൻ്റ് ഇടുന്നത്, എനിക്കൊന്ന് ഗോപുരം വെച്ചാനൊക്കെ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യാറുണ്ട്. അയാൾക്ക് ഒരു ഭയങ്കര ടെൻഷനാണ് ഈ കുട്ടിയെ കാണുമ്പോൾ. സത്യത്തിൽ അയാൾക്ക് മകളുണ്ട്, അതുകൊണ്ടാണ് ആ വിഷമം വരുന്നത്. അയാൾ ചില നേരം പറയുന്നത് വളരെ കറക്റ്റുമാണ്, എന്ത് ചെയ്യാൻ പറ്റും? അവരങ്ങനെയാണ്. ആ പ്രായം ഭയങ്കര ഡേഞ്ചറാണ്. ആ പ്രായത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചില്ല വെച്ചാൽ ഇതുപോലെ കുറ്റക്കേടുകൾ കുട്ടികൾ കാണിക്കും. മനസ്സിലായി വരുമ്പോഴേക്ക് 2, 3 ഒക്കത്തും ഒക്കെ കുറേ കൊച്ചുങ്ങളും കാണും. സർവത്ര നഷ്ടവും, ശരീരത്തിൻ്റെ സർവ്വ ഇതും പോയി കുളമായി വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോഴും ഞാൻ പറയണം, മോസ്റ്റ് വെൽക്കം എന്ന് പറയുക. നശിച്ചത് പോട്ടെ, ജീവിക്കാനുള്ള എല്ലാ ഇതും നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യില്ല എന്നൊരു ഉറപ്പ് വരുമ്പോഴാണ് ആൾക്കാർ വീണ്ടും ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ റീസൺ വീട്ടുകാരുടെ സപ്പോർട്ടില്ലായ്മയാണ്. ഈ കുടുംബത്തിൻ്റെ പ്രശ്നം വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നിടുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കുകയോ അവൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുകയോ അവളെ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ അവളത് ചെയ്യത്തില്ലായിരുന്നു. അവളതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിച്ചില്ല എന്ന് പറയരുത്, കരയുന്നുണ്ടായിരുന്നല്ലോ. അത് തന്നെ വലിയൊരിതാണ്. നമ്മൾ കണ്ണും കാവലുമായി ഇരിക്കേണ്ടി വരും. കുട്ടിയെ വേണമായിരുന്നുവെങ്കിൽ. ആ അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. കുത്തുവാക്കുകൾ ഉണ്ടാകും, കളിയാക്കിയിട്ടുണ്ടാകും, വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയതിന് വഴക്ക് കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമുക്ക് പറ്റിയ നഷ്ടത്തിന്, നമ്മൾ ചെയ്ത തെറ്റിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ആ സഹോദരനും ആ അമ്മയും. അയാൾ തെറ്റുകാരനല്ല എന്നല്ല എൻ്റെ അർത്ഥം, അവൻ തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു, അത് നിങ്ങൾ ചെയ്യാതെ ഇപ്പോൾ ലവ് ജിഹാദ് മറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതുണ്ടല്ലോ, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഒരിടത്തും അങ്ങനെ ഒരു നിർബന്ധമില്ല. നിങ്ങൾ മതം മാറിയാലേ അവരുടെ ചട്ടരീതി ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം വരും. അത് പണ്ട് കാലത്ത് സ്ട്രിക്റ്റ് ആയിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെയാണ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം കയറി മേഞ്ഞിട്ട് ഇറങ്ങും. അതുകൊണ്ട് അവരത് ചെയ്യത്തില്ല. അങ്ങനെ എവിടെയും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യവും പറയത്തില്ല. നിക്കാഹ് നടത്തേണ്ടി വരും. അതിന് താൽക്കാലികമായിട്ട് ആരും അറിയാതെ ചെയ്താൽ മതി. കമ്പൽസറി ആയിട്ട് അത് മതം ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലായത്. ഒത്തിരി പേരുണ്ടല്ലോ ഇവിടെ, ഒരുപാടെണ്ണം ഉണ്ട് അങ്ങനെ, അറിയാലോ. ഇത് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. വല്ലതും പറഞ്ഞാൽ ഉടനെ പറയും, സുഡാപ്പിണി ഇരുന്ന് വർത്താനം പറയണമെന്ന് പറയും. വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. ഇവരുടെയൊക്കെ ഓരോരുത്തരുടെ വീഡിയോ എടുത്തു വെച്ച് സെപ്പറേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി വൺ പറയുന്നത് ഒരേ കാര്യം, ലവ് ജിഹാദ്. ആരോ പറഞ്ഞു പഠിപ്പിച്ചാണെങ്കിൽ ലവ് ജിഹാദ് ആണെങ്കിൽ അവൻ മതം മാറ്റിയിട്ടുണ്ടാകും. അവൻ മതം മാറ്റിയില്ലല്ലോ, മാറ്റണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ആ ഡിമാൻഡല്ലേ വെച്ചുള്ളൂ. അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്കിതിനെ വേണ്ടാന്ന് പറഞ്ഞു. അത് ഡീസൻ്റ് അല്ലേ? വേണ്ടാന്നല്ലേ പറഞ്ഞത്. വേണ്ട എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യാത്തൊരുത്തി കയറി ആത്മഹത്യ ചെയ്തതിന് ലവ് ജിഹാദാണെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ക്രൂശിച്ചിട്ട് കാര്യമുണ്ടോ? അവരത് അർഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അവനവൻ്റെ മതത്തിൽ പെണ്ണുങ്ങളില്ലാണ്ടാണോ മറ്റൊരു മതത്തിൽ പോയി തലയിടാൻ പോണേ? എന്തിനാ പോണേ? സാഹചര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? പോയാൽ
അവരെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ നാട്ടിൽ ഇപ്പം ഇന്റർകാസ്റ്റ് മാരേജിന് എന്തോ പേയ്മെന്റ് വരെ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ഇന്റർകാസ്റ്റ് മാരേജ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കാരണം ഇത് മതേതര രാജ്യമാണ്, ഇവിടെ മതമൊന്നുമില്ല. മതം നിങ്ങൾക്ക് കൊണ്ടുവരാം, പക്ഷെ അത് മസ്റ്റല്ല. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടന്നത് എന്താണെന്ന് ശരിക്കും അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇതിനകത്ത് പോലീസുകാർക്ക് നല്ല കൈയുണ്ട്. അതുകൊണ്ടാണ് പോലീസുകാരൻ പറഞ്ഞു കൊടുത്തത്, ഏതെങ്കിലും അമ്മ മകളെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അമ്മയെ വിളിച്ച് മാറ്റി നിർത്തി പോലീസുകാർ അങ്ങോട്ട് തള്ളി കൊടുക്കുമോ, നിങ്ങളുടെ മകളെ അവൻ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കൂ. അപ്പോൾ അതിനകത്ത് എന്താണുള്ളത്? ഈ പറഞ്ഞ ആൾക്കാരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? സെൻസേഷൻ ആക്കുക. അതിന് പോയി ഇവർ നിന്ന് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായം കുറച്ച് ഡിലേ ആയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ചിലർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് അത് ആ രീതിയിൽ എടുക്കാം. ആത്മഹത്യ ചെയ്യുന്നവരോടൊന്നും എനിക്കൊരു സിമ്പതിയും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. നല്ല കുട്ടി, അമ്പോറ്റി കുട്ടി, തർക്കമില്ല. പക്ഷേ ബ്രെയിൻ ഡെഡ്, അതാണ്. അത് ഇപ്പോഴുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കാൻ വളരെ പാടാണ്. മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മൾ ശത്രുക്കളാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് മിണ്ടുന്നില്ല. ഇതിനകത്ത് എനിക്കൊരു അഭിപ്രായമേ ഉള്ളൂ. ഈ ഏജിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. പിന്നെ നിങ്ങൾ ആരെയും സ്നേഹിക്കുക. ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുറിപ്പെടുത്തത്തില്ല. ഒരാളെയും തട്ടാൻ, ഒരാളെ നശിപ്പിക്കാൻ നമ്മൾ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതിൽ പല ഒരു വിഡ്ഢിത്തം വേറെയില്ല. ഒരിക്കലും അയാൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇത് മാക്സിമം പോയാൽ ഒരു കേസായിട്ട് അവിടെ കിടക്കും. അവർ കോടതിയിൽ പോകും. അത്യാവശ്യം നല്ലൊരു വക്കീലിനെ വെച്ച് ഇത് വാദിക്കും. അവർ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പുറത്തിറങ്ങി വരും. ഇവിടെ വിസ്മയ കൊലക്കേസിലെ പ്രതി ഇറങ്ങി നടക്കണം. അയാൾ ആ ജോലിയും തിരിച്ചെടുക്കും. അയാളെ കൊണ്ട് പറ്റും. നിയമം അതാണ്, പഴുതുകളുള്ള നിയമമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇപ്പോഴത്തുള്ള ദേഷ്യത്തിന് എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് അതിനകത്ത് ഇട്ടിരിക്കുന്നതിനപ്പുറം ഇതിനകത്ത് ഒരു പണിഷ്മെൻറ്റ് അവന് കൊടുക്കാൻ ഒക്കത്തില്ല. പ്രേരണ ഉണ്ടായിരുന്നു എന്ന് പറയാം. എനിക്കറിയില്ല, ആത്മഹത്യാ പ്രേരണയ്ക്ക് ആരെങ്കിലും പിടിച്ചകത്തിട്ട് വർഷക്കാലം അവിടെ കിടത്തിയതായിട്ടൊന്നും എനിക്കറിയത്തില്ല. അവൻ്റെ വീട്ടിൽ വെച്ചല്ല മരണം, അവൻ വേണ്ടാന്ന് കൊണ്ടുവന്ന് കളഞ്ഞതാ. അവിടെ വെച്ച ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യക്ക് ഉത്തരവാദി ആ അമ്മയും ആ സഹോദരനുമാണ്, അല്ലാതെ അവനല്ല. അവൻ പ്രണയിക്കുന്നില്ല. അപ്പോൾ പ്രണയം എത്രയോ പേർക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ എത്രയോ പേര് ഡിവോഴ്സ് ആവുന്നു. അവനെ ഡിവോഴ്സ് ചെയ്ത് മുന്നേ ആരെങ്കിലും കയറി തൂങ്ങിച്ചാവോ? ഇല്ല. ഡിവോഴ്സ് ഇതുപോലുള്ള പ്രണയം അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ കയറി തൂങ്ങിച്ചാവുന്നവർ അങ്ങ് പോട്ടേന്ന് വെക്കണം. അല്ലാതെ അത്രത്തോളം ഇതില്ലേ. അവരിന്ന് പതറി പറയുന്നുണ്ട്, എത്രയോ പേര് മരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വാർത്ത കാണുന്നിട്ട് ഈ കുട്ടി എന്താ കാണാത്തേ എന്ന് പറയണം. അത് കണ്ടാൽ അതുപോലെ പറയാനുണ്ടാവണം. എന്തുണ്ടെങ്കിലും നമ്മളോട് പറയണമെന്ന് പറയണം. നമ്മൾ സംസാരിക്കണം കുഞ്ഞുങ്ങളോട്. ഈ പരുവത്തിലുള്ള കുട്ടികളെടുത്ത് ചിലപ്പോൾ മുഷിയും, ചിലപ്പോൾ ദേഷ്യപ്പെടും, എടുത്തെറിയും, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ കുട്ടികളുടെ ആ ഏജിൻ്റെ ഒരു പ്രശ്നം. അത് മനസ്സിലാക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ആൾക്കാരെ കണ്ടെത്തണം. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇളയവരുണ്ടെങ്കിൽ അവരോടത്തൊക്കെ പറയണം. ആരാണ് അവരോട് ക്രോസ് ആയിട്ട് സംസാരിക്കുന്നത് അവരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുത്ത് അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ അമ്മയല്ലേ ഏറ്റവും വലിയ ഇത്. ആ അമ്മയോട് അവൾക്ക് ഒരു ഇതുമില്ലേ? അമ്മ എത്ര വേദനിക്കുന്ന ഒരു ചെറിയ ഓർമ്മകളുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മളെയൊക്കെ ഉമ്മ ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ഒന്ന് വന്നാൽ തീർക്കണമെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഉമ്മച്ചി വേദനിക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരു പൊടി പോലും ചിന്ത വരത്തില്ല അങ്ങോട്ട്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ മരിച്ചു പോകുന്നത് ഇൽപ്പരം ഒരു പെയിൻ വേറെയില്ല. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.